കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി ഗൈസ്. ഗ്രീഷ്മയൊക്കെ ഞങ്ങൾ ലൊക്കേഷനിലുള്ള ടൈമിൽ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊന്ന് പിന്നെയും കാണാൻ പറ്റി. ഒരു മോളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ, രാഗേന്ദുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ സ്കൂളിൽ പോയതായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് നൈറ്റ് അവളുടെ വീട്ടിൽ തിരിച്ച് പോകണമെന്ന് കരുതുന്നുണ്ട്. വന്നപ്പോൾ തൊട്ട് അവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇന്ന് രാഗേന്ദുവിനെ കൊണ്ടുവരാത്തതുകൊണ്ട് അവളെ കാണാനായിട്ടെങ്കിലും രാത്രി പോകണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അവർ വന്ന ഉടനെ മാളും അവർ കൊണ്ടുവന്നതൊക്കെ അൺബോക്സ് ചെയ്യായിരുന്നു കേട്ടോ. അവൾക്ക് പറ്റിയ മാലയും വളയും ഹെയർ ബൺസും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ടിന് പോകാൻ നിൽക്കുമ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അന്ന് നൈറ്റ് അവരെ വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഗ്രീഷ്മേൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ലവ്ലോലിക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കഴിച്ച് ഞങ്ങൾ കുറച്ച് പാഴ്സലായിട്ടും എടുത്തു വന്നിട്ട് പിന്നെ മാളൂട്ടി അവിടെ കൃഷ്ണേന്ദുവിൻ്റെ രാഗേന്ദുവിൻ്റെ ടോയ്സ് ഒക്കെ എടുത്തുകൊണ്ടെന്ന് എനിക്ക് കാണിച്ചിരുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാമെന്ന് കരുതി. ഗൈസ്, ഞങ്ങൾ അങ്ങനെ 2 വണ്ടി ആളുകൾ ഒരു വണ്ടി പോകുന്നു. എവിടെ എല്ലാരും ഇവര് രണ്ടൊരു മടിയിലാണോ? പണ്ടൊക്കെ ഇങ്ങനെയല്ലേ എല്ലാരും പോയിരുന്നത്? ഇപ്പോഴല്ലേ ഒരാൾക്ക് ഒരു കാറൊക്കെ ആയിരുന്നു. അതൊക്കെ അഹങ്കാരാണ്. ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. അതെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ പിന്നെ അത് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി ഇനി എന്തായാലും ടൈം ഉണ്ട്, അപ്പോൾ പടത്തിന് കയറിയാലോ എന്ന് കരുതി. എക്കോ ഇറങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പടത്തിന് പോയി. പക്ഷേ തിയേറ്ററിൽ ചെന്നപ്പോഴേക്കും സുട്ടോപ്പിയൻ്റെ പോസ്റ്റർ കണ്ട് മാളൂട്ടി അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു, അവരെ വീട്ടിലാക്കിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.